ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഗോളാണ് മൈനിങ് ഏരിയ സെറ്റപ്പ്. നമ്മൾ മൈനിങ് ഏരിയ ഒന്ന് സെറ്റാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മൈനിങ് ഏരിയയിൽ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് മൈനിങ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അല്ലാണ്ട് മൈനിങ് ഏരിയ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പുതിയ ബിൽഡുകൾ നമ്മളിനി മൈനിങ് ഏരിയ സെറ്റാക്കുന്നു. കുറച്ച് ബിൽഡ് ഐഡിയാസും ഉണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ ഫ്രണ്ടിനെ എന്ത് പേരിടുമെന്ന് പറയണം. ഈ ഫ്രണ്ടിന് മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് ഫ്രണ്ടായ നമ്മുടെ ദിവനും എന്ത് പേരിടും, നമ്മുടെ റോബോട്ട് കുട്ടപ്പനും എന്ത് പേരിടുമെന്ന് നമുക്ക് കാണാം. നമ്മളെ റോബോട്ട് കുട്ട കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. ഈ 2 സ്ലോട്ടിൽ മാത്രം, ഈ വുഡിൻ്റെ സ്റ്റോണിൻ്റെ സ്ലോട്ടിൽ മാത്രം ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ റീച്ച് ആകുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് അറിയത്തില്ല. പിന്നെ അവൻ ഭയങ്കര സൗണ്ടാണ്. മഴ പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ മഴയൊക്കെ തീർന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഒരു ലെതറും ഒരു റോ ബീഫും ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വഴി പോകുമ്പോൾ കാണുന്ന വഴി അങ്ങോട്ടായിട്ട് ചെസ്റ്റിൻ്റെ അപ്പുറം അവിടെയായിട്ടൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ ഒരു പശുവും വന്ന് ചാടി മരണപ്പെട്ടു. ആത്മഹത്യയായിരുന്നു. ഞാൻ രക്ഷിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ കൂടെ ചാടി. ഞാൻ മരിച്ചില്ല, പശുവും മരിച്ചു. ഞാൻ പശുവൊക്കെ ഇടി കൊടുത്തിട്ട് ആ ഒരു സങ്കടത്തിൽ ആത്മഹത്യ ചെയ്തു. അതിന് പകരം അതെനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു ലെതറും ഒരു റോ ബീഫും കിട്ടി. അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇല്ലാണ്ട് ഞാൻ കൊന്നതല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ മൈനിങ് ഏരിയ ഡിസൈൻ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോണത്. ഐഡിയ ഒക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഐഡിയ ആയിട്ടുള്ള സാധനങ്ങളില്ല. ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു അബദ്ധം പറ്റി. കാരണം എന്ന് വെച്ചാൽ നേരെ ചെറിയൊരു കുഴി കൊണ്ടിട്ട് ഇങ്ങനെ ആ സ്റ്റെപ്പ് മൈനിങ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ നേരെ തന്നെ സ്റ്റെപ്പ് മൈനിങ് ചെയ്തുകൊണ്ട് ചെറിയ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈസിൽ ഇറങ്ങാൻ പറ്റും, കാരണം സ്റ്റെപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ സംഭവം കാണിച്ചു തരാം. കേട്ടെ. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും സബ് ചെയ്തിട്ടില്ല, നേരത്തെയും പറഞ്ഞു. ഇനി ഇപ്പോഴും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ ആരും വീഡിയോയുടെ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ആകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട, കമൻറ്റ് ചെയ്താൽ മതി, ഡിസ്ലൈക്ക് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ചെയ്യാൻ വന്നു? ഒരു ചെസ്റ്റ് എടുക്കാൻ വന്നതാണ്. നമ്മളിങ്ങനെ ഈ ചെസ്റ്റ് ഇവിടെ നിന്ന് ഓർമ്മ നമ്മൾ ചെസ്റ്റ് ആവശ്യത്തിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ പോയി എടുക്കട്ടെ. ഓക്കെ, ഇത് ജസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കാം. ഈ ചെസ്റ്റിനകത്തായിരിക്കും ഈ ചെസ്റ്റിനകത്തായിരിക്കും ഇനിയുള്ള ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോണ അതിൻ്റെ ലൂട്ടൊക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ ഡിസൈൻ്റെ ലൂട്ടൊക്കെ ഇതിനകത്ത് ഞാൻ വെക്കുന്നതായിരിക്കും. എന്ത് പറയുന്നത്, റിസോഴ്സ് ഒപ്പിക്കുവാണ് ഗൈസ്. ഇത്രേ ഉള്ളൂ. ഞാൻ റിസോഴ്സ് ഒപ്പിച്ചിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഇപ്പോൾ നമ്മൾ റിസോഴ്സ് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. റിസോഴ്സ് ഇത്രയല്ല, നമ്മൾ കളക്ട് ചെയ്ത റിസോഴ്സ് കുറച്ചുണ്ട്. ഇത്രയാണ്. ഓക്കെ, മെയിനായിട്ട് കളക്ട് ചെയ്യേണ്ട റിസോഴ്സ് അതൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ വെക്കാൻ പോണ സ്റ്റെയർ കേസാണ്. എന്നാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. വെച്ചിട്ടില്ല. ഇത്രയും സ്റ്റെയർ കേസാണ് ഗൈസ്. ആവശ്യമില്ലാത്ത ബ്ലോക്കൊക്കെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ഇതെടുത്ത് തറയിലാണ് വെക്കാൻ പോണത്. ഒരു മിനിറ്റ്, കുറച്ച് ബ്ലോക്ക് ഇവിടെ വേണമായിരുന്നു. ബ്ലോക്ക് ഓക്കെ, ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ വെക്കുക. പിന്നീട് പോവാതെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് അറിയാം. ഓക്കെ,
നല്ല ടൈം പിടിക്കുന്ന പണിയാണ് ഗൈസ്. ഞാൻ ഒന്നുകൂടെ പോയിട്ട് ഇപ്പോൾ വരാം. എൻ്റെ ഏറ്റവും അവസാനം വരെ ചെയ്തിട്ട് വരാം. ഓക്കെ ബൈ ഗൈസ്. നമ്മളങ്ങനെ ദീർഘനേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മുടെ ഒരു പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ ഗൈസ്, എൻ്റെ ലെക്കനുസരിച്ച് എൻ്റെ ലെക്കൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരെ 5 ബ്ലോക്ക് വിട്ട് കുഴിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്കത്തെ ബ്ലോക്കിൽ ഡയമണ്ട് കാണുമെന്ന് വിചാരിച്ച് ഞാൻ കുഴിച്ചതാണ്. എന്ത് പറയണം, ഒരു ഡയമണ്ട്, ഒരൊറ്റ ഡയമണ്ട് ഇടില്ല. ഞാൻ ഈ രീതിയിൽ കുഴിക്കാൻ പോകുന്നുണ്ട്. എനിക്കൊരു ഡയമണ്ടിന് വേണ്ടി 3 ഡയമണ്ട് മതി. എനിക്ക് 3 ഡയമണ്ടും വേണം, എനിക്ക് 4K ഇതും വേണം. അതിന് വേണ്ടിയാണ് ഞാൻ സത്യം ഭയങ്കര ഇതുണ്ടാക്കിയത്. ഫിഷ് ഫാമിൽ അത് മാത്രം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കച്ചുണ്ട്, ലോറും ലോറും എന്തുവാ ലെക്ക് ഓഫ് ദ സീ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉള്ളത് ഒരെണ്ണം ചത്തപ്പോൾ ടീസ്പൂണായി ഗൈസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സൗണ്ട് ഇപ്പം മാറ്റി തരാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ മണ്ടക്കൂട്ടി ഇറങ്ങാൻ പോകണം. നമ്മൾ ഇതുണ്ടാ താഴത്തെ ഈ ഒരു ബ്ലോക്കും ഈ വുഡും കൂടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം, നൈസാണ്. പിന്നെ ഈ സൈഡിൽ കൂടെ വെക്കാൻ ബ്ലോക്ക് വേണം. നല്ല സ്പീഡുണ്ട്. ഇപ്പം നേരത്തെ അവിടെ തലയൊക്കെ ഇടിക്കുമായിരുന്നു. ഒരു മിനിറ്റ്, ഒരു സംശയം തീർത്തോട്ടെ. ഇതായിപ്പോയി പാടിപ്പോയി ഗൈസ്. അയ്യോ, ഇതാണ് ഗൈസ് ഇച്ചിരി ഇത്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോകാൻ പറ്റത്തില്ല, വെള്ളമാണ്. അപ്പോൾ നമ്മളൊരു വളവ് ഉണ്ടാക്കി വളച്ചാണ് ഇപ്പോൾ പോകുന്നത്. അയ്യോ, ഓക്കെ, അത്രേ ഉള്ളൂ. വലിയ സീനൊന്നും ഇല്ല, എന്നാൽ ചെറിയ സീനുണ്ട്. പിന്നെ നമ്മൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് താഴോട്ട് പോകാൻ പറയും. താഴോട്ടെ ആരും എന്നെ കാണുന്നൊരു സൗണ്ട് പറഞ്ഞത്. ഓക്കെ. ഇവിടെ നമ്മൾ ബെഡ് വെച്ച് കിടന്നുറങ്ങുക ഗൈസ്. അപ്പം ഇതൊരു സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ ഗൈസ്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഈ ലെറ്റ്സ് പ്ലേ സീരീസിലെ 5ാമത്തെ എപ്പിസോഡ് കണ്ടവർ, ഇപ്പം ഞാൻ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് കണ്ടവർ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്രോ. എനിക്ക് 100 വ്യൂസ് അടിച്ചു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ബിൽഡൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. 100 സബ്സ്ക്രൈബാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. നിങ്ങൾ സബ് ചെയ്യുക, അത്ര തന്നെ. നമുക്ക് വേണ്ടത് കുറച്ച് വോളിയം നോക്കട്ടെ ഗായ്സ്. ഇപ്പോൾ എൻ്റെ വോളിയം കറക്റ്റായെന്നാണ് തോന്നുന്നത്. എനിക്ക് കേൾക്കാൻ വയ്യ, പക്ഷെ നിങ്ങൾക്ക് കേൾക്കണം. നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ടൊരു കേൾക്കുക ഇത് വേണം. ഓക്കെ, നമുക്ക് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺ ഇത് വേണം. എന്നിട്ട് നമ്മൾ വലിയ ഇതൊന്നുമില്ല, ധാരണമൊന്നുമില്ല. നോക്കട്ടെ എന്ത് ബ്ലോക്ക് വെച്ചു. നമ്മൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സ്റ്റെയർ കേസ്. സ്റ്റെയർ അല്ല, വാള് സോറി, സ്റ്റെയർ അല്ല, വാള്. ഇതല്ല എനിക്കൊരു മിനിറ്റ്. നോർമലായിട്ട് ഇത് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ വാള് ഇത് നൈസായിരിക്കും. നമുക്ക് ഇതുണ്ടാക്കാം. അതിനായിട്ട് അല്ല, ഇതിൻ്റെ വാളില്ലേ എന്തോന്ന് എനിക്കറിയുള്ളൂ, നോക്കട്ടെ. പിന്നെ വാള് കാണണം. ഇതിൻ്റെ വാളുണ്ടാക്കിയല്ല, ഡീപ് സ്ട്രൈക്ക് നോക്കാം. അതിലേതാ നല്ലത് നോക്കാം. നമ്മളെപ്പോഴും അങ്ങനെ ട്രൈ ചെയ്യണം, മനസ്സിലേ. ഇത് ബ്ലോക്ക് നോക്കാം ഗൈസ്. ഇതിലേതാ നല്ലത്? എനിക്ക് ഇത് നന്നായിട്ട് തോന്നുന്നു. സ്റ്റോൺ ബ്രിക്ക് വെച്ചുണ്ടാക്കാം. ഓക്കെ ഗൈസ്, സ്റ്റോൺ ബ്രിക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇത്
ഇതുണ്ടാക്കിയിട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മാറിപ്പോയത് ഇതല്ലേ, ഇതുണ്ടാക്കാം. ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡിസൈൻ എന്ന് വെച്ചാൽ കാണിച്ചു തരാം ഞാൻ ഗൈസ്. ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഒരു MLG കോഡ് തന്നെ വർക്കായതെന്തായാലും നന്ദി. എൻ്റെ കാര്യം ഒക്കെ നമ്മളിത് ഫസ്റ്റ് ഇവിടെ മാത്രമല്ല ഈ ബ്ലോക്കും കാണാൻ പാടില്ല. ഇവിടെ 1 2 വെച്ചിട്ട് 1 2 ബ്ലോക്ക് ഇട്ടിട്ട് പോരാ. ഓക്കെ, 2 ബ്ലോക്ക് ഇട്ടിട്ട് 2 3 4 ഫുള്ള് കവറായിട്ട് ഇവിടുന്ന് പിന്നെയും പിന്നെ ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ബ്ലോക്ക് പഠിച്ചു കളയണം. എല്ലാ ബ്ലോക്കും പഠിക്കണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാണാൻ പാടില്ല. ഇങ്ങനെ ഒരു ഡിസൈനാണ് ഗൈസ്. ഞാൻ തോന്നിയതാണ്. കൊള്ളാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ അടിയിലുള്ള ഇങ്ങനെ 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 ഓക്കെ ഗൈസ്, കണ്ട സെറ്റല്ലേ? ഇപ്പുറത്തും ചെയ്യണം. ഇതുപോലെ താഴത്തായിട്ട് നേരെ ചെയ്യണം ഗൈസ്. അതും കൂടെ ചെയ്തിട്ട് പിന്നെയും വരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളകത്തോട്ട് പോകുമ്പോൾ നല്ല ക്രൗഡ് ഫീൽ ചെയ്യാണ് എനിക്ക്. ഇത്രേ ഉള്ളൂ. ബാക്കി ഈ സൈഡിൽ ഇങ്ങനെ മരം വെച്ചല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല. ഈ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പയ്യെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഗ്രേറ്റ് പണിയാണ്. ഇത് ചെയ്ത് തീർക്കാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പുറമേയുള്ള ബിൽഡ് നിങ്ങൾ തമ്മിലുണ്ട് അതേ ബിൽഡ് ഞാൻ ഉണ്ടാക്കാൻ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇവിടെ ആയിട്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്പീഡിലിടാൻ കാരണം ഇത് കുറേ ടൈം ആവുന്നു. ഇത് നമ്മൾ കറക്റ്റായിട്ടൊരു 15 മിനിറ്റിൽ ഒതുക്കുക നോക്കുകയാണ്. ഇപ്പം തന്നെ കുറേ ടൈമായി. ഞാനിത് ഫുൾ വീഡിയോ മര്യാദക്ക് എഡിറ്റ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം കൂടും. ഒരു 25-30 സെക്കൻഡ് എടുക്കും. അപ്പോൾ നിങ്ങൾ അത്ര നേരം ക്ഷമയായിട്ട് കണ്ടിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് കുറച്ച് ബോറിങ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. ചെറിയ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ മൈനിങ് ഏരിയ ഇങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബിൽഡ്. ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ഞാൻ ക്രിയേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ വലുതാക്കി ഉണ്ടാക്കിയത്. 3 ബ്ലോക്ക് ഗ്യാപ്പിലായിരുന്നു ഉണ്ടാക്കിയത്, ശ്രദ്ധിച്ചില്ല. ഇത് 2 ബ്ലോക്കാണ് ഗ്യാപ്പിൽ ഉണ്ടാക്കിയത്. അതിന് ചെറിയ പ്രശ്നം വന്നായിരുന്നു. കുഴപ്പമില്ലാണ്ട് ഇപ്പം ഉണ്ടാക്കി. പിന്നെ നിങ്ങൾ അടുത്ത എന്തുണ്ടാക്കണമെന്ന് പറയുക. ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇപ്പം എന്താ ഇതിൻ്റെ ഭാഗമായിട്ട് പറയണ്ട. ഏതാണ്ടൊക്കെ കുഴപ്പമില്ല. കൊള്ളാം. എനിക്ക് രാവിലെ ആയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ഹെൽമെറ്റ് പോയി. നല്ല നഷ്ടമുണ്ട്. കുഴപ്പമില്ല, ബാക്കി എല്ലാം ഉണ്ട്. 13 25 ഇത് പോട്ടെ. 13 നമുക്ക് ഇത് അതുണ്ടാക്കാം. ഇനി ഉണ്ടാക്കാം. ഇതിൻ്റെ ബൂം സ്റ്റെപ്പാണെങ്കിലും ഉണ്ടാക്കാം. കേൾക്കണം തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൈനിങ് ഏരിയ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ കുറിച്ച് പുകഴ്ത്തുക. ഞാൻ മൈൻക്രാഫ്റ്റിലെ പ്രോ പ്ലെയർ ആണെന്ന് പറയുക.
ഇല്ലെങ്കിൽ എല്ലാവരെയും ഈ വാളിനെ വേണ്ടി കൊല്ലുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോ അവസാനിച്ചു. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.